ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് റുസ്താക്കിലുള്ള ഒരു ഫോർട്ടാണ്, അൽ ഹസം ഫോർട്ട്. ബർക്കയിൽ നിന്നും ഏകദേശം 1.5 hour ട്രാവലാണ് അൽ ഹസം ഫോർട്ടിലേക്ക് ഉള്ളത്. ഈദ് ഹോളിഡേക്കാണ് ഞങ്ങൾ ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഈ അൽ ഹസം ഫോർട്ട് നിർമ്മിച്ചത് ഇമാം സുൽത്താൻ ബിൻ സെയ്ഫ് ആണ്. അദ്ദേഹത്തെ ഇവിടെ തന്നെയാണ് ഖബറും അടക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാജകീയ വസതി എന്ന പേരിലാണ് ഇത് നിർമ്മിച്ചത്. ഫോർട്ടിൻ്റെ വിസിറ്റിംഗ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോർണിംഗ് 7:30 മുതൽ ഈവനിങ് 6 o'clock വരെയാണ് വിസിറ്റിംഗ് ടൈം. അതുപോലെ തന്നെ ഫ്രൈഡേ 9 to 6 ആണ് ടൈം. ഈ ഫോർട്ട് കാണുന്നതിന് കുട്ടികൾക്ക് 500 പൈസയും അഡൾട്ടിന് 1 റിയാലുമാണ് ചാർജ് ചെയ്യുന്നത്. പീരങ്കി ആക്രമണങ്ങളെ ചെറുക്കുന്ന രീതിയിലാണ് ഈ അൽ ഹസം ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് യൂസ് ചെയ്തിരുന്ന എല്ലാവിധ പാത്രങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്നു. വിസിറ്റിംഗ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഓഡിയോ ഗൈഡ് കൂടി ഇവിടുന്ന് തരുന്നുണ്ട്. ഫോർട്ടിനുള്ളിൽ പല സ്ഥലത്തും ഓരോ നമ്പറുകൾ കാണാം. ഈ നമ്പറുകൾ ഈ ഓഡിയോ ഗൈഡിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് ഓഡിയോ ഗൈഡിലൂടെ കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫോർട്ടിൻ്റെ ഉള്ളിലായി ഒരു ചെറിയ ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ ഇവർ പണ്ടുകാലത്ത് യൂസ് ചെയ്തിരുന്ന ഓർണമെൻറ്റ്സുകളും വാളുകളും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഫോർട്ടിൻ്റെ പ്രധാന ഡോറിന് ഇരുവശത്തുമായി 2 പീരങ്കികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഈ മെയിൻ ഡോറിൻ്റെ തടി ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പണ്ടുകാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ഗ്ലാസുകളും പാത്രങ്ങളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഫോർട്ടിനുള്ളിലെ ഓരോ റൂമുകൾക്കും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡേറ്റ്സ് റൂമിലേക്കാണ്. പണ്ടുകാലത്ത് ഡേറ്റ്സ് കൊണ്ടുവന്ന് ശേഖരിച്ചു വയ്ക്കുകയും അതിൻ്റെ ജ്യൂസ് എടുക്കുകയും ചെയ്തിരുന്നത് ഈ റൂമിൽ വെച്ചിട്ടാണ്. ഇവിടെ ഡേറ്റ്സ് ശേഖരിച്ചു വച്ചിരിക്കുന്നതിനുള്ള പാത്രങ്ങളും ഇവിടെ കാണാം.
ഇവിടെയാണ് ഇമാം കുളിക്കുന്നത്. ഈ വെള്ളം പുറത്തുനിന്ന് വരുന്ന ഫ്രഷ് വാട്ടറാണ്. ഇവിടെ ആളുകൾ വന്നിരിക്കാനും സ്റ്റോറി പറയാനും ഒക്കെ ഉള്ള ഒരു റൂമാണിത്. ഇതുപോലെ തന്നെ ലേഡീസിനും മെൻസിനും സെപ്പറേറ്റ് റൂമുകൾ വേറെയുണ്ട്. അൽഹസം ഫോർട്ടിൻ്റെ ബാക്ക് സൈഡിലായി ഒരു ഫ്രഷ് വാട്ടർ വരുന്നതിനുള്ള ഒരു സജ്ജീകരണമുണ്ട്. ഈ ഫ്രഷ് വാട്ടർ ഫോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അൽഹസം ഫോർട്ടിന് ചുറ്റും ഒരു ഫാമാണ് ഉള്ളത്. ഇവിടെ ഖജൂർ മരങ്ങൾ ധാരാളമായി കാണാം. അൽഹസം ഫോർട്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമുക്കിനി റുസ്താക്കിലുള്ള ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകാം. ുള്ളത് പ്രകൃതിയിൽ നിന്നും നാച്ചുറലായി വരുന്നതാണ് ഈ ഹോട്ട് വാട്ടർ. ഈ കാണുന്ന ഗ്രിൽ ചെയ്ത് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന കിണറ്റിൽ നിന്നാണ് ഈ ഹോട്ട് വാട്ടർ വരുന്നത്.
ഈ കിണറ്റിൽ നിന്നും വരുന്ന വെള്ളം വഴിതിരിച്ചു വിടുന്നതിനായി ഇതുപോലുള്ള ധാരാളം കനാലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന് ഏകദേശം 40-45 ഡിഗ്രി ചൂടാണുള്ളത്. ക്ലൈമറ്റ് വ്യത്യാസമില്ലാതെ ഏത് സമയത്തും ഈ ചൂട് അനുഭവപ്പെടുന്നു. അതുതന്നെയാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഈ സ്ഥലം കാണാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം രാത്രി 8 മണിയായി. ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.